സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോഴും ആശാ വർക്കേഴ്സുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ സർക്കാർ. കൂടുതൽ ആശാ വർക്കേഴ്സിനെ സമരപ്പന്തലിലെത്തിച്ച് സമരം ശക്തമാക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ ശുപാർശ ധനകാര്യവകുപ്പ് കണ്ടില്ലെന്ന് നടിച്ചെന്നും ആക്ഷേപമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചതിനു പിന്നാലെ കൂടുതൽ പ്രവർത്തകരെ സമരകേന്ദ്രത്തിലേക്ക് എത്തിച്ച് സമരം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ആശാ വർക്കേഴ്സിനെ സമരത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരിന്റെ പരാജയമെന്ന് പിന്തുണയുമായി സമരകേന്ദ്രത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന സംവിധാനം ആശാ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. മഹിളാ കോൺഗ്രസ് സമരപന്തലിലേക്ക് ഐക്യദാർഢ്യ പ്രകടനം നടത്തി. ആശാ വർക്കർമാർക്ക് കേരളത്തിലുടനീളമുള്ള നിസ്സീമമായ ജനസേവനം നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവർ നടത്തുന്ന ഈ അവകാശ പോരാട്ട സമരത്തിന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവകാശങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. മുഖ്യമന്ത്രിയും അതായത് ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്കിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഞങ്ങളെ വേതനമല്ലേ ചോദിക്കുന്നത്, ഞങ്ങളെ ആവശ്യങ്ങളും അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ഇവിടെ നിർത്തും. അതിനിടെ 26,000 ആശാ വർക്കർമാരിൽ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് കണ്ടെത്താൻ സർക്കാർ കണക്കെടുപ്പ് തുടങ്ങി. ഓണറേറിയം 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡിസംബറിൽ നൽകിയ ശുപാർശ പരിശോധിക്കാൻ പോലും ധനവകുപ്പ് തയ്യാറായില്ല. മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാർ, കുട്ടനാട് നെൽ കർഷക സംരക്ഷണ സമിതി നേതാക്കളടക്കം നിരവധി പേർ സമരത്തിന് പിന്തുണയുമായി എത്തി. 24 തിരുവനന്തപുരം.